ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം നോക്കാം. മഹാകായസോയം തവ ചരണപാദപ്രമഥിതോ ഗളദ്രക്തോ വക്ത്രാദപതദൃഷിഭിഃ ശ്ലാഘിതഹതി തദാ ത്വാമുദ്ദാമ പ്രമദഭരവിദ്യോതിഹൃദയാ മുനീന്ദ്രാസാന്ദ്രാഭിഃ സ്തുതിഭിരനുവന്നധ്വരതനും. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാന്റെ ഒരു അങ്കുഷ്ടം കൊണ്ട്, ഒരു പെരുവിരൽ കൊണ്ട് അടി കിട്ടിയ ഹിരണ്യാക്ഷൻ്റെ ആ രൂപം വരെയായിരുന്നു നമ്മൾ കണ്ടു നിർത്തിയത്. ആ ഒരു ചിത്രം വരെയായിരുന്നു നമ്മളെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് കാണിച്ചു തന്നിരുന്നത്. അപ്പോൾ അത്ര നേരവും ഭഗവാനെ മർദ്ദിക്കുന്നു, മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നു, വേദനിപ്പിക്കുന്നു എന്ന വ്യാജേനയൊക്കെ ഹിരണ്യാക്ഷൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി അമ്മയുടെ മടിയിലിരുന്ന് അമ്മയെ അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ഉണ്ണി എന്താ വിചാരിക്കുന്നത്? അമ്മയ്ക്ക് നന്നായി നോവുന്നുണ്ടെന്നാ. പക്ഷെ അമ്മയ്ക്ക് അതും കുഞ്ഞിൻ്റെ ഒരു കളിയായിട്ടേ കാണാൻ കഴിയും. ഇതേപോലെ സർവചരാചരങ്ങളുടെയും സർവപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടിയായിട്ടുള്ള ഭഗവാനെയാണ് ഇത്ര നേരവും ഈ ഹിരണ്യാക്ഷൻ തൻ്റെ കളികളിലൂടെ, അല്ലെങ്കിൽ താൻ കേമനാണെന്ന് കാണിക്കാനുള്ള വിവിധ തരത്തിലുള്ള പ്രയോഗങ്ങളിലൂടെ അങ്ങനെ ഭഗവാൻ അതും ഒരു ലീലയാണ്. ഭഗവാൻ അതുകൊണ്ടൊന്നും ഭഗവാന് നോവുന്നു ഒന്നുമില്ല. എന്നിരുന്നാലും ഹിരണ്യാക്ഷൻ ഒരു സന്തോഷമായിരുന്നു. തൻ്റെ കേമത്തം കാണിച്ചു എന്നുള്ളൊരു സന്തോഷം അല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ ഇപ്പോൾ ഭഗവാന് എല്ലാം കഴിഞ്ഞപ്പോൾ തൻ്റെ പിൻകാലിൻ്റെ ആ ഒരു അങ്കുഷ്ടം കൊണ്ട് ഒരടി അങ്ങോട്ട് കൊടുത്തു അത്രേ. സമയമായിരിക്കുന്നു ഇനിയും ഈ കളികൾ അവസാനിപ്പിക്കാൻ. അങ്ങനെ ഹിരണ്യാക്ഷൻ്റെ ആ ഒരു അഹങ്കാരം അതിൻ്റെ പാരമ്യതയിൽ എത്തിയത് കൊണ്ട് തന്നെ ഇനിയും ഇത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഭഗവാന് തോന്നി. ആ സമയം അടുത്തത് കൊണ്ടാണല്ലോ ഭഗവാൻ ഈ ഒരു രൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചതും. അപ്പോൾ ഇനി അത് ബ്രഹ്മാവ് പറഞ്ഞതുപോലെ വച്ച് നീട്ടണ്ട, സന്ധ്യയാകുന്നു, അതിനു മുൻപ് അവസാനിപ്പിക്കണമെന്ന് ഭഗവാന് തോന്നിയപ്പോൾ ആ ഭഗവാന്റെ ഇവിടെ പുറങ്കാലെന്നും അല്ല മുൻകാലാണെന്നും രണ്ടു വിധത്തിൽ പറയാറുണ്ട്. മുൻകാലാണെന്ന് പറയുന്ന ഭാഗവതത്തിൽ പറയുന്നത് കൈകൊണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ കൈകൾ എന്ന് പറയുമ്പോൾ മുൻകാലുകളാണ് എന്നുള്ള അർത്ഥത്തിലും, അല്ല സാധാരണ മൃഗങ്ങളുടെ ചവിട്ടുന്ന ഒരു സ്വഭാവം വെച്ച് നോക്കിയാൽ അത് പിൻകാലുകൾ കൊണ്ടാവും ചവിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ പിൻകാലിൻ്റെ അങ്കുഷ്ടം കൊണ്ട്, പെരുവിരൽ കൊണ്ട് കനത്ത ഒരു പ്രഹരം ഏൽപ്പിച്ചു എന്നുമായിരുന്നു നമ്മൾ കണ്ടു നിർത്തിയിരുന്നത്. ഇനി നമുക്ക് ബാക്കി നോക്കാം. ഇവിടെ പറയുകയാണ് മഹാകായസോയം. മഹാകായഃ സഹ അയം. ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് മഹാകായസോയം. മഹാകായ എന്ന് പറഞ്ഞാൽ ഭീമാകാരനായ, നമുക്കെപ്പോഴും അസുരൻ്റെ ശാരീരികമായ ഒരു വലുപ്പവും ശക്തിയും ഒരു സാധാരണ മനുഷ്യനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ഹിരണ്യാക്ഷനാണെങ്കിൽ വളരെ വലിയ ശരീരമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭീമാകാരനായ സഹ എന്നാൽ അവൻ, അയം എന്നാൽ ആ
അപ്പോൾ ഭീമാകാരനായ ആ അസുരൻ, ആ ഹിരണ്യാക്ഷൻ, തവ എന്നാൽ അങ്ങയുടെ ചരണപാദപ്രമഥിത, ചരണം എന്നാൽ പാദങ്ങൾ, പ്രമഥിത എന്നാൽ മർദ്ദനമേറ്റ. അപ്പോൾ ഭഗവാനെ അങ്ങയുടെ ആ തൃച്ചേവടികളിൽ നിന്നുള്ള മർദ്ദനമേറ്റ് ഗളദ്രക്ത എന്നാൽ ഗളം എന്നാൽ കണ്ഠം അല്ലേ, നമുക്കറിയാം കഴുത്ത്. ഗളദ്രക്തോ എന്ന് പറഞ്ഞാൽ ആ കഴുത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ വായിൽ നിന്നും ധാരാളമായി പുറത്തേക്ക് ആ രക്തം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള, അപ്പോൾ ആ ഒരൊറ്റ അടിക്ക് തന്നെ ഭഗവാന്റെ പെരുവിരൽ കൊണ്ടുള്ള ഒരൊറ്റ അടിക്ക് തന്നെ ആ ഹിരണ്യാക്ഷൻ്റെ വായിൽ നിന്നും ധാരാളമായി രക്തം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. പിന്നെയോ വക്ത്രാദപതദൃഷിഭി, ഇവിടെ വക്ത്രാദപതദൃഷിഭി എന്ന് പറയുമ്പോൾ വക്ത്രാദ് ആപതത ഋഷിഭിഹി, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് വക്ത്രാദപതദൃഷിഭി. വക്ത്രാദ എന്ന് പറഞ്ഞാൽ മുഖത്ത് നിന്ന്, എന്ന് പറഞ്ഞാൽ വായിൽ നിന്ന്, അങ്ങനെ ഈ കഴുത്തിൽ നിന്നും വായിൽ നിന്നും ഒക്കെ ചോര ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരൊറ്റ പ്രഹരം കൊണ്ട് തന്നെ, ഭഗവാന്റെ ആ ഒരു പ്രഹരം കൊണ്ട് തന്നെ അതിൻ്റെ ആ മർദ്ദനം പല ഭാഗങ്ങളിൽ പ്രഹരം ഏൽപ്പിച്ചു എന്ന് വേണം കരുതാൻ. അപ്പോൾ അങ്ങനെ കഴുത്തിൽ നിന്നും വായിൽ നിന്നുമൊക്കെ ധാരാളമായി പുറത്തേക്ക് രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒഴുകിയ ആ ഹിരണ്യാക്ഷൻ, ഒഴുകിക്കൊണ്ടിരുന്ന ആ ഹിരണ്യാക്ഷൻ അല്ലയോ ഭഗവാനെ അപതത്, പതിച്ചു. അപ്പോൾ അങ്ങനെ ഹിരണ്യാക്ഷൻ്റെ ആ ഒരു പതനം അഥവാ ഹിരണ്യാക്ഷൻ്റെ ആ ഒരു മരണം ഋഷിഭി എന്നാൽ മുനിമാര്, മഹർഷിമാര് ശ്ലാഘിതഹതി, ആ ശ്ലാഘിതഹതി, സാധാരണ ഹതം ഒരു മരണത്തെ നമ്മൾ ശ്ലാഘിക്കുക എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുക അല്ലെങ്കിൽ സ്തുതിക്കുക. അങ്ങനെ സാധാരണ ഒരു മരണത്തെ സ്തുതിക്കാറില്ല, അല്ലെങ്കിൽ അതിലൊരു സന്തോഷം നമ്മൾ സന്തോഷകരമായി പറയാറില്ല. പക്ഷേ ഇവിടെ മരിച്ചത് ഹിരണ്യാക്ഷനായതുകൊണ്ട് തന്നെ മഹർഷിമാർ ആ ഒരു ഹതത്തെ, ആ ഒരു വധത്തെ ശ്ലാഘിച്ചു അഥവാ സ്തുതിച്ചു ഭഗവാനെ. അപ്പോൾ ആ ഹിരണ്യാക്ഷന് പതിച്ചപ്പോൾ തന്നെ മഹർഷിമാരൊക്കെ ഭഗവാനെ, ആ ഒരു അസുര നിഗ്രഹത്തെ സ്തുതിച്ചു. കാരണം ഈ അസുരന്മാരുടെ എണ്ണം വർദ്ധിക്കുക അല്ലെങ്കിൽ ആസുരികത കൂടുമ്പോഴാണ് ഭൂമിയിൽ ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുന്നത്. അപ്പോൾ ആ ധർമ്മത്തെ നിലനിർത്തണമെങ്കിൽ ഈ അസുരൻ തന്നെ ഇല്ലാതാവണം. അസുരനിലെ ആസുരിക ഭാവം ഇല്ലാതെയാകുക ബുദ്ധിമുട്ടാണ്, കാരണം അത് പ്രകൃത്യാ ഉള്ള ഒരു ഗുണമാണ്. അപ്പോൾ അത് ഇല്ലാതെ ആവണമെങ്കിൽ ആ അസുരൻ തന്നെ ഇല്ലാതെയാകേണ്ടിയിരിക്കുന്നു. ഇവിടെ ആകട്ടെ ഈ ഹിരണ്യാക്ഷന് പോരായെങ്കിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹവുമുണ്ട്. എന്താ, ഈ ജന്മങ്ങളിലൊക്കെ തുടർച്ചയായ 3 ജന്മങ്ങളിൽ ഭഗവാനിൽ നിന്ന് തന്നെ ആ ഒരു മരണത്തെ വരിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് എത്താൻ ഉള്ള ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനെയുള്ള ആ ഭഗവാൻ തൻ്റെ അവതാരോദ്ദേശ്യം ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നു. ആ ഹിരണ്യാക്ഷനെ വധിച്ചിരിക്കുന്നു. ആ സമയത്ത് മഹർഷിമാരൊക്കെ കൂടിയും ഭഗവാനെ, ആ ഒരു അസുര നിഗ്രഹത്തെ സ്തുതിച്ചു. തഥാ എന്നാൽ അപ്പോൾ ത്വാമുദ്ദാമ പ്രമദ ഭരവിദ്യോതി ഹൃദയ, ഇവിടെ ത്വാം ഉദ്ദാമ പ്രമദ ഭരവിദ്യോതി ഹൃദയ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ത്വാമുദ്ദാമ പ്രമദ ഭരവിദ്യോതി ഹൃദയ. ത്വാം എന്നാൽ അങ്ങയെ സ്തുതിച്ചു. കാരണം ആ അസുരനെ അല്ലാതെ ആർക്കും വീഴ്ത്തുക, ഇങ്ങനെ ഇല്ലാതെയാക്കുക സാധ്യമല്ല. അത്രമാത്രം അതീവ വീര്യവും ശൗര്യവും കായബലവും ഒക്കെയുള്ള ആളാണ് ഹിരണ്യാക്ഷന്. അപ്പോൾ അങ്ങനെയുള്ള ആ ഹിരണ്യാക്ഷനെ ഇല്ലാതെയാക്കിയ അല്ലയോ ഭഗവാനെ, അങ്ങയെ ബ്രഹ്മർഷിമാരൊക്കെ സ്തുതിച്ചു. അതുകൊണ്ട് തന്നെ പിന്നെ എങ്ങനെ ഉദ്ദാമ പ്രമദ ഭരവിദ്യോതി ഹൃദയ,
ഉദ്ദാമ എന്ന് പറഞ്ഞാൽ അത്യധികം വർദ്ധിച്ച പ്രമദഭര, സന്തോഷം അങ്ങനെ നിറഞ്ഞു തുളുമ്പിയ, അതുകൊണ്ട് തന്നെ വിദ്യോതി ഹൃദയ, തെളിഞ്ഞ ഹൃദയത്തോടുകൂടി. അപ്പോൾ ഉള്ളിലെ സന്തോഷത്തിൻ്റെ ആധിക്യം കൊണ്ട്, അപ്പോൾ ആ സന്തോഷം വർദ്ധിക്കുന്നത് ഭഗവാന്റെ ആ ഒരു കേളിയായതുകൊണ്ട് തന്നെ സന്തോഷത്തിന് ഒരു 10 മടങ്ങ് വർധനവുണ്ടാവും. അങ്ങനെയുള്ള ആ ഒരു സന്തോഷം കൊണ്ട് തന്നെ അപ്പോഴോ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ അങ്ങയാൽ വധിക്കപ്പെട്ടത്, അങ്ങയ്ക്കാണ് അവിടെയും പ്രാമുഖ്യം. അപ്പോൾ അങ്ങ് എന്ന് പറയുന്നത് തന്നെ പ്രകാശമാണ്. അതുകൊണ്ട് തന്നെ അങ്ങയെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങയുടെ ഈ ഒരു ലീല കണ്ട് ഭൂമിയിൽ ഈ ഒരു അസുരനെ ഇല്ലാതെയാക്കിയ ഭഗവാനെ അങ്ങയെ മുൻപിൽ കണ്ടുകൊണ്ടിരുന്ന അവരുടെയൊക്കെ ഉള്ളവും തെളിഞ്ഞത് കൊണ്ട് തന്നെ തെളിഞ്ഞ ഹൃദയത്തോടു കൂടിയാണ് മുനീന്ദ്രാസാന്ദ്രാഭി, മുനീന്ദ്രാഹ സാന്ദ്രാഭി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് മുനീന്ദ്രാസാന്ദ്രാഭി. മുനീന്ദ്ര എന്ന് പറഞ്ഞാൽ ഋഷീശ്വരന്മാര്, സാന്ദ്രാഭി വളരെ സാന്ദ്രമായ എന്ന് പറഞ്ഞാൽ അതിന് ഗാംഭീര്യമുള്ള അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള സ്തുതിഭിരനുവന്നധ്വരതനും. ഇവിടെ സ്തുതിഭിഹി അനുവൻ അധ്വരതനും, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് സ്തുതിഭിരനുവന്നധ്വരതനും. ഇവിടെ സ്തുതിഭിഹി എന്ന് പറഞ്ഞാൽ സ്തുതികളാൽ, അനുവൻ പ്രകീർത്തിച്ചു, അധ്വരതനും എങ്ങനെ യജ്ഞസ്വരൂപമായി കണ്ടുകൊണ്ട്. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആ ഒരു പെരുവിരലിൻ്റെ പ്രഹരം കൊണ്ട് പതിച്ച് കിടക്കുന്ന ആ ഹിരണ്യാക്ഷൻ എങ്ങനെയാ ആ പെരുവിരലിൻ്റെ ഒരു പ്രഹരം കൊണ്ട് തന്നെ വായിൽ നിന്നും കഴുത്തിൽ നിന്നും ഒക്കെയും അങ്ങനെ ധാരാളമായി രക്തമൊഴുകി വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക്, ശാരീരികമായി ഇത്രയും ഭീമാകാരനായിരുന്നിട്ട് കൂടി അങ്ങനെയൊരു ദയനീയമായ ഒരു പതനമായിരുന്നു അവിടെ. ഭഗവാനെ അത്ര നേരവും തൻ്റെ ആ ഒരു ശൗര്യം മുഴുവൻ കാണിച്ചുകൊണ്ട് നിന്നിരുന്ന അസുരൻ വളരെ ദയനീയമായി പതിച്ചപ്പോൾ, അതും അങ്ങയുടെ ഒരു പെരുവിരലിൻ്റെ പതനത്തിനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്ര വലിയ ശരീരിയായ, ഇത്ര വലിയ ശൗരിയായ ഈ അസുരൻ എന്ന് കണ്ട് ഈ മഹർഷിമാരൊക്കെ അത്യധികം സ്തുതിച്ചു. അങ്ങനെ സ്തുതിച്ച് പിന്നീട് അവർക്ക് ആ ഒരു സ്തുതിക്കും തോറും, നമുക്ക് തന്നെയാണെങ്കിലും ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോഴും ഭഗവാനെ നമുക്ക് നാമസങ്കീർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമുക്ക് എപ്പോഴും ചിലപ്പോൾ ഒരേപോലെ അതിൽ ആ ഒരു മനസ്സിനെ പൂർണ്ണമായും അതിൽ ഏകീകരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു ഏകാന്ത, ആ ഒരു അതിലേക്ക് നമുക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ, ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ആണെങ്കിൽ പോലും അത്ര നേരം കൊണ്ട് നമുക്ക് മനസ്സിൽ വല്ലാത്തൊരു ആനന്ദം, സംതൃപ്തി, പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സുഖം നമുക്ക് അനുഭവപ്പെടാറില്ലേ? ഇവിടെ കുറച്ചു നേരം ഭഗവാനെ സ്തുതിച്ചപ്പോൾ തന്നെ, അല്ലയോ ഭഗവാനെ, ഈ മഹർഷിമാരുടെയൊക്കെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പിയ സന്തോഷം പോരായെങ്കിലോ അവിടുത്തെ ആ രൂപം, അവിടുത്തെ ഈ ലീല കണ്ടുകൊണ്ട് നിന്നിരുന്ന അവർക്ക് മനസ്സങ്ങനെ ആകെ തെളിഞ്ഞു. അങ്ങനെ നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഇപ്പോഴാകട്ടെ ഭൂമിയിലെ ഈ ആസുരിക ഇത് ഇല്ലാതെയായിരിക്കുന്നു, ഹിരണ്യാക്ഷനെ ഇല്ലാതെയാക്കിയതിലൂടെ. ഇനി ഇവിടെ ജയിക്കാൻ പോകുന്നത് ഭഗവാനെ ധർമ്മമാണ്, ഈശ്വരീയതയാണ് എന്നവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു ഈശ്വര ഭാവത്തെ ലോകത്തിന് കാണിച്ചു കൊടുത്ത, അല്ലെങ്കിൽ ലോകത്തിന് ഈ ഭൂമിക്കായിക്കൊണ്ട് ഭഗവാനെ ഇവിടെ ആ ഒരു സത്സംഗമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ ഈ ഭഗവാനും ഹിരണ്യാക്ഷനും തമ്മിലുള്ള ഈ ഒരു സംഗമം അല്ലെങ്കിൽ ഈ ഒരു സമാഗമം എന്ന് പറയുന്നത് തന്നെ ഒരു സത്സംഗമാണ്. ആ സത്സംഗത്തിൽ എപ്പോഴും നമുക്കറിയാം തിന്മയിൽ നന്മ വിജയം നേടുക തന്നെ ചെയ്യും. ഇവിടെയും ആ ഹിരണ്യാക്ഷനെ വധിച്ചുകൊണ്ട് അവസാനം ഭഗവാനെ അങ്ങയുടെ ആ മഹത്വം ഇവിടെ പ്രകീർത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനിയുള്ള കാലം അപ്പോൾ ഭൂമിയിൽ ആ ഒരു സാത്വികത അങ്ങനെ നിറഞ്ഞു തുളുമ്പാൻ ഇടയാവുമെന്ന് മനസ്സിലാക്കിയ ദേവർഷിമാരും ബ്രഹ്മർഷിമാരും ഒക്കെ തന്നെയും ആ മഹർഷിമാരൊക്കെ ഭഗവാനെ അവരുടെ ഹൃദയം നിറഞ്ഞു തുളുമ്പിയിട്ട്
അങ്ങയെ ഒരു യജ്ഞസ്വരൂപനായി കണ്ടുകൊണ്ടാണ് അങ്ങയുടെ രൂപത്തെ അവർ പ്രകീർത്തിച്ചത്. അതും എങ്ങനെ? അർത്ഥസമ്പുഷ്ടമായ വാക്കുകളാൽ എന്നെടുത്തു പറഞ്ഞിരുന്നു. കാരണം അവർ പ്രകീർത്തിച്ച്, അവർ സ്തുതിച്ച ഓരോ വാക്കിനും, അവരുടെ വായിൽ നിന്ന് വന്ന ഓരോ വാക്കിനും അത്രമാത്രം അർത്ഥവ്യാപ്തിയുള്ളതായിരുന്നു. അങ്ങനെ അർത്ഥസമ്പുഷ്ടമായ വാക്കുകളാൽ അല്ലയോ ഭഗവാനെ അവിടുത്തെ സ്തുതിച്ചു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. മഹാകായസോയം തവ ചരണപാദപ്രമഥിതോ ഗളദ്രക്തോ വക്ത്രാദപതദൃഷിഭിഃ ശ്ലാഘിതഹതി തദാ ത്വാമുദ്ദാമപ്രമദഭരവിദ്യോതി ഹൃദയാ മുനീന്ദ്രാസാന്ദ്രാഭിഃ സ്തുതിഭിരനുവന്നധ്വരതനും. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ കുറച്ചധികം വലിയ പദങ്ങൾ, കുറച്ച് കട്ടിയുള്ള വാക്കുകളൊക്കെ ഉണ്ട് ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ളത്. ആദ്യത്തെ വരിയിൽ മഹാകായസോയം, അത് ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെ ചരണപാദപ്രമഥിതോ. പിന്നെ രണ്ടാമത്തെ പാദത്തിലേക്ക് വരുമ്പോൾ വക്ത്രാദപതദൃഷിഭി, അവിടെ വക്ത്രാത്, അവിടെ ദായ്ക്ക് അകാരം കൊടുത്ത് വായിക്കണം. അപ്പോഴേ അത് അപതത് ആവുകയുള്ളൂ. വക്ത്രാദപതദൃഷിഭി, അപതദൃഷിഭിയാണ്. അവിടെ രണ്ടിടത്ത് വിസർഗമുണ്ട്. വക്ത്രാദപതദൃഷിഭി ശ്ലാഘിതഹതി, അവിടെയും വിസർഗമുണ്ട്. രണ്ടിടത്തും പകുതി ഹകാരത്തിൽ വായിക്കുക. അടുത്ത വരിയിലേക്ക് വരുമ്പം കുറച്ചധികം വലിയൊരു വാക്കാണ് ത്വാമുദ്ദാമപ്രമദഭരവിദ്യോതി ഹൃദയ. അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ അടുത്ത വരിയിൽ വരുമ്പം മുനീന്ദ്രാസാന്ദ്രാഭി, അവിടെ ഒരു വിസർഗമുണ്ട്. പകുതി ഹകാരം കൊടുത്ത് വായിക്കുക. പിന്നെ സ്തുതിഭിരനുവന്നധ്വരതനും, അവിടെ കൂട്ടക്ഷരം നായ്ക്ക് ഒരു അകാരം കൊടുത്ത് വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.